ഞാനിവിടെ മംഗലാപുരം ഭാഗത്തേക്ക് വന്നപ്പോ ഇന്ന് ഞാൻ അന്വേഷിച്ചു ഇവിടെ മുഹറം മാസം ഉറപ്പിച്ചത് എങ്ങനെയാണ്. അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സംഘടനകളിലെ ഖാദിമാരെല്ലാവരും ഒരുപോലെയാണ് ഇവിടെ മാസമുറപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ആരും അതിന്റെ പേരിൽ ഖാദിമാരെ കുറ്റം പറഞ്ഞ് ഈ പവിത്രമായ മാസം തെറ്റുകൾ കൊണ്ട് പെരുപ്പിക്കുകയില്ല എന്ന് ഞാൻ സമാധാനിക്കുന്നു. അതാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു. സംഘടനാ വ്യത്യാസമില്ലാതെ കർണാടകയിലെ ഖാദിമാർ ആശൂറ തീരുമാനിച്ചത് അഥവാ മുഹറം 1 തീരുമാനിച്ചത് വെള്ളിയാഴ്ച 1 എന്നാണ് എന്റെ അറിവ്. അല്ലേ? അങ്ങനെയാണ് എന്റെ അറിവ്. ഇതേപോലെ തമിഴ്നാട്ടിൽ അങ്ങകലെ അയൽപട്ടണത്ത് അവിടെ മാസം കണ്ട് തമിഴ്നാട്ടിലെ ഖാദിമാരും അതേപോലെ ഉറപ്പിച്ചു എന്നാണ് എന്റെ അറിവ്. അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയല്ലെങ്കിലും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളായ പ്പെട്ട ഒരാൾ അവിടെയും അതേപോലെ തന്നെ വിധിച്ചു എന്നാണ് എന്റെ അറിവ്. എന്നാൽ അതേ സംഘടനയിൽ തന്നെയുള്ള വേറൊരാൾ അങ്ങനെയല്ല, ശനിയാഴ്ചയാണ് 1 എന്ന് വിധിച്ചതായും കേട്ടിട്ടുണ്ട്. ഒരേ സംഘടനയിൽ തന്നെ പെട്ടവർ 2 വിധത്തിൽ ചിലപ്പോൾ ഖാദിമാർ മാസമർപ്പിച്ചു എന്ന് വരും. കാരണം അത് സംഘടനയുടെ തീരുമാനമനുസരിച്ച് നടക്കുന്ന ഒരു സംഗതി അല്ല. ഇതേപോലെ സുഹൃത്തുക്കളെ, കേരളത്തിൽ 2 സംഘടനയിൽപ്പെട്ട ഖാദിമാർ ചിലർ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, വ്യത്യസ്തമായി തീരുമാനമെടുത്തു എന്നും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലൊന്നും ഒരു ഖാദിയെയും ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും ആരും കുറ്റം പറയുകയോ ഗീബത്ത് പറയുകയോ നിന്ദിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് സർവ്വ മുസ്ലിമീങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ഇത് ഞങ്ങളുടെ കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി പറയുകയാണ്. സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ എന്തും പറയാൻ പറ്റില്ല. എന്ത് പറയുമ്പോഴും കൃത്യമായി മാത്രമേ മതത്തിന്റെ നിയമം പറയാൻ പറ്റൂ. സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരാൾ, അദ്ദേഹം എന്നെ പോലെ തന്നെ ഒരു പ്രസംഗകനാണ്, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്, എന്നെക്കാൾ അല്പം പ്രായം കുറവാണ്. അദ്ദേഹം അയച്ച ഒരു ക്ലിപ്പ് കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു, ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇന്നലെ കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലത്ത് വെളിയങ്കോട് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസമുറപ്പിച്ചു. അങ്ങനെ നോമ്പ് തുടങ്ങി. വെളിയങ്കോടിന്റെ നേരെ ഇക്കരെ ഒരു ഇപ്പോൾ പാലമുണ്ട്, അന്ന് പാലമില്ല. പുഴയുടെ ഇക്കരെയാണ് പൊന്നാനി. പൊന്നാനിയിലെ അന്നത്തെ കാലത്തുള്ള ഖാദിയും വലിയ മഹാനായ ഖാദിയാണ്. അവിടുത്തെ ഖാദിക്ക് അത് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് പൊന്നാനി ഖാദി മാസം ഉറപ്പിച്ചില്ല. ഇത് നമ്മുടെ സംഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. സംഘടനയൊക്കെ ഉണ്ടായിട്ട് ഏതായിരുന്നാലും 100ാം വാർഷികല്ലേ എല്ലാവരും കൊണ്ടാടുന്നു. ഇതതിന്റെ ഒക്കെ മുമ്പുള്ള സംഭവമാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസമുറപ്പിച്ചു. പൊന്നാനി ഖാദി മാസമുറപ്പിച്ചില്ല. പക്ഷേ അതിന്റെ പേരിൽ അവർക്കിടയിൽ വാക്കുതർക്കമില്ല, അവർക്കിടയിൽ പരസ്പരം ഭിന്നിപ്പില്ല, അവരെ അനുയായികൾക്കിടയിലും മഹല്ലുകാർക്കിടയിലും ഭിന്നിപ്പില്ല. പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആണ് വഅദ് പറഞ്ഞ് പതിവുള്ളത്. ആ കൊല്ലവും ഉമർ ഖാദി തന്നെയാണ് പൊന്നാനി പള്ളിയിൽ വഅദ് പറയുന്നത്. അവിടുത്തെ ഖാദി വിധിച്ചതിനെതിരാണ് ഉമർ ഖാദി വിധിച്ചത്. പക്ഷേ അതിന്റെ പേരിൽ അവർക്കിടയിൽ ഭിന്നിപ്പൊന്നുമില്ല. ഉമർ ഖാദി പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ വഅദ് പറഞ്ഞ് അവസാനം ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ വെളിയങ്കോട് റമദാൻ 30ആയി. പിറ്റേ ദിവസം പെരുന്നാളാകുമെന്നതിൽ സംശയം ഇല്ലല്ലോ. അതേ സമയത്ത് വെളിയങ്കോട്ടുകാർക്കാണത്, പൊന്നാനിക്കാർക്ക് 29.
മാസം കണ്ടാലേ പൊന്നാനി ഖാദിക്ക് മാസം ഉറപ്പിച്ച് പെരുന്നാളാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിയമം. നിങ്ങളിൽ പലരും UAE-യിൽ പോകുന്നവരുണ്ടാകാം. UAE-യിൽ അലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വലിയൊരു പട്ടണമാണ് അൽ ഐൻ. ആ അൽ ഐനിന്റെ നേരെ അപ്പുറത്ത് ബുറൈമി എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ ഒരു സ്ഥലമുണ്ട്. ബുറൈമിയും അൽ ഐനും തമ്മിലുള്ള വ്യത്യാസം ഒരു വേലി മാത്രമാണ്, ഒരു വേലിക്കെട്ട്. ആ വേലി പൊളിച്ചാൽ രണ്ടും ഒരുപോലെ. പലപ്പോഴും UAE-യിൽ നോമ്പുണ്ടാകുമ്പോൾ ഒമാനിൽ നോമ്പുണ്ടാവില്ല. ഒമാനിൽ പെരുന്നാളാകുമ്പോൾ UAE-യിൽ അങ്ങനെയായിരിക്കില്ല. പലപ്പോഴും അനുഭവിക്കുന്നതാണ്. അപ്പൊ പിന്നെ ആളുകൾ ഇതെന്താണ്, ആകെ ഒരു ചവിട്ടടിയും കൂലില്ലല്ലോ, തമ്മിൽ ദൂരം കണ്ട് കാര്യമില്ല. ഒമാനിലെ ഖാദി വിധിക്കും പോലെയാണ് ഒമാനിൽ തീരുമാനം, അതേ UAE-യിലെ ഖാദി വിധിക്കും പോലെയാണ് UAE-യിലെ തീരുമാനം. അങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിൽ അങ്ങനെയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ കർണാടകയിൽ മാത്രമോ ഉള്ളതല്ല. സുഹൃത്തുക്കളെ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റമദാൻ മഹാനവറുകൾക്ക് 30 ആയല്ലോ. വഅദൊക്കെ കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം നടത്തിയിട്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മഹാനവറുകൾക്ക് പെരുന്നാളായിട്ടുണ്ട്, തക്ബീർ ചൊല്ലി. അപ്പോൾ പൊന്നാനിയിലുള്ള ചിലർ പറഞ്ഞു, ഖാദിയാർക്ക് തക്ബീർ ചൊല്ലാൻ ഇവിടെ പറ്റൂല, ഖാദിയാര് അക്കരെ പോയിട്ട് ചൊല്ലണം, നിങ്ങളെ മഹല്ലിലാണ് ഇന്ന് പെരുന്നാളായത്, ഞങ്ങൾക്ക് മാസം കാണാതെ പെരുന്നാളാവൂലല്ലോ. അവര് പറഞ്ഞതൊരു ന്യായമാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എല്ലാവരോടും പള്ളിയുടെ മുറ്റത്തിറങ്ങാൻ പറഞ്ഞു. എല്ലാവരും മുറ്റത്തിറങ്ങിയപ്പോൾ ചക്രവാളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എല്ലാവർക്കും മാസം കാണിച്ചു കൊടുത്തു, ചന്ദ്രപ്പിറവി കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഒന്നിച്ച് ചൊല്ലിയല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും ഒന്നിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി. സുഹൃത്തുക്കളെ, അപ്പോൾ പിന്നെ പൊന്നാനിക്കാരൊരു മോശക്കാരാവും. അവർക്ക് 29 നോമ്പല്ലേ കിട്ടിയുള്ളൂ, ഒരു മോശക്കാരും ആവൂല. അവരോട് 29 നിൽക്കാനേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ അക്കരെയുള്ളവരോ അവർക്ക് 30 കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവരും മോശക്കാരാവൂല. ദീനിന്റെ നിയമം പഠിക്കാത്തവർ ദീനിന്റെ നിയമങ്ങൾ പറയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത് എന്നതിനു വേണ്ടിയാണ് ഞാൻ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത്. ഇന്ന് പലരും ചോദിച്ചു, എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് മാസമർപ്പിച്ചത്, എങ്ങനെയാണ് ഖലീൽ തങ്ങൾ മാസമർപ്പിച്ചത്? ഇവിടെ എങ്ങാനും മാസം കൊണ്ട് റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ. മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മുഹറം ഉറപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ആലിമീങ്ങളല്ലേ അവർ. അവർക്കതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ? അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ ഖാദിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം. എന്നാൽ പിന്നെ വേറെ ചില സംഘടനയിലുള്ള ആലിമീങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അവർ ഖാദിയായ മഹല്ലിലുള്ളവർ അവർ ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം. അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യാ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അതിന്റെ പേരിൽ ഒരു ഖാദിയെയും പഴിക്കാനോ ഒരു ഖാദിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല. സുബ്ഹാനല്ലാഹ്, വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിന്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇനി ഞങ്ങൾ നോക്കൂ, കേരളം എന്ന് പറയുന്ന സ്ഥലം, ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോ തമിഴ്നാട്, ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക. തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം 1, അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മുഹറം 1. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. സാധാരണ ഞാൻ പറയാൻ നങ്ക് പോലത്തെ സ്ഥലമാണ്, അതായത് കൂടുതൽ വീതിയൊന്നുമില്ല, ചെറിയ വീതിയിലുള്ള കുറച്ച് നീളമുള്ള ഒരു സ്ഥലം.
അപ്പുറവും നോമ്പ് ഇപ്പുറവും നോമ്പ്, അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു. കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഓർപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം. ആ തർക്കത്തിന്റെ പേരിലും ഖാലിമാർ തമ്മിൽ കുറ്റം പറയുകയോ ഖാലിമാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം രണ്ട് കക്ഷികളും ശാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് അവർ മാസം ഉറപ്പിച്ചത്. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മാസം ഉറപ്പിക്കാൻ എല്ലാ മഹല്ലിലും മാസം കാണേണ്ടതില്ല. മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ മഹല്ലിലും മാസം കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്ന പരിപാടിയില്ല, മാസം ഉറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം.